നമസ്തേ എവരി വൺ. നമ്മുടെ ബിസിനസ്സിന് ചെറിയ ബിസിനസ് ഒരു 50 ലക്ഷമോ 2 കോടിയുടെ ഒക്കെ ബിസിനസ് വളരെ ചെറിയ ബിസിനസ് ആണെങ്കിലും ഫണ്ട് എടുക്കാൻ നമുക്കൊരു വലിയ സ്കില്ല് വേണ്ട ഏരിയയാണ്. അതുപോലെ തന്നെ 50 കോടിയോ 100 കോടിയോ 250 കോടിയോ ആണെങ്കിലും നമുക്ക് 1000 കോടി ആണെങ്കിലും ഫണ്ട് എടുക്കാനുള്ളൊരു സ്കില്ല് വേണം, ഫണ്ട് കിട്ടിയിരിക്കണം. അപ്പോൾ നമുക്ക് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു DPR അഥവാ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ ഓരോ ബിസിനസ്സിനും ഓരോ വിധത്തിലുള്ള പ്രൊജക്ട് റിപ്പോർട്ടാണ്. സബ് ഹെഡിങ്ങും എല്ലാം മാറും. എന്നാലും ഞാൻ കുറേ അതിനകത്ത് പറയാം. ഇതൊക്കെ ആയിരിക്കും അതിനകത്ത് കണ്ടൻസ് കൂടുതൽ. ഏതെടുത്താലും പിന്നെ ചിലതിൽ കാണത്തില്ല, ചിലതിൽ എല്ലാം കാണും, ചിലതിൻ്റെ 2/3 കാണത്തുള്ളൂ, 65% ചിലപ്പോൾ കാണും, 75 കാണും. ഇങ്ങനെ പല വിധത്തിൽ മാറ്റം വരും. പക്ഷേ നമുക്ക് അത്യാവശ്യം നമ്മൾ ഒരു DPR ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് ബിസിനസ്സിൻ്റെ ഓരോ ഭാഗവും നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് നമ്മൾ കൊടുത്തിട്ട് ടെക്നിക്കലി എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ മാത്രം അത് നമ്മുടെ ഇത് ചെയ്യുന്ന സ്പെഷ്യൽ ചാർട്ടേഡ് അക്കൗണ്ടറിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അവർ വെറ്റ് ചെയ്യുക എന്ന് പറയും. സൂക്ഷ്മ നിരീക്ഷണം നടത്തി ഓക്കെ ആക്കി പാസ്സാക്കി തരുമായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ചിന്തിച്ച് ഉപയോഗിച്ചേക്കുന്ന പോലെ തന്നെ സംഭവം പോവുകയും ചെയ്യും. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഫണ്ട് എടുക്കാം. പ്രത്യേകിച്ച് നമുക്ക് ഈ ലോൺ എടുക്കരുത്. ലോൺ എടുത്താൽ നമ്മൾ ബിസിനസ് എന്തെങ്കിലും പാളിച്ച പറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഫോർഗെറ്റ് അബൌട്ട് ദ ലോൺ. അതൊരു വർക്കിംഗ് ക്യാപിറ്റലിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയും ഇതിനകത്ത് ഏതൊക്കെ ഭാഗങ്ങളാണ് വരുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമേ നമ്മൾ എടുക്കാൻ വരുന്നത് എക്സിക്യൂട്ടീവ് സമ്മറി. അതെന്ന് പറഞ്ഞാൽ എടുത്ത് നോക്കുമ്പോൾ എന്താണെന്നുള്ളത്, മൊത്തത്തിൽ എന്താണെന്നുള്ളതിൻ്റെ ഒരു സമ്മറി നമുക്ക് അവിടെ ആദ്യമേ തന്നെ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നത് ബിസിനസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അവിടെ നമുക്ക് ബിസിനസ് എന്തിനെക്കുറിച്ചാണ്, പിന്നെ മൊത്തം ബിസിനസ് എന്തൊക്കെ വരും എന്തൊക്കെ വരത്തില്ല, ഇതെല്ലാം നമുക്ക് വരുന്നത് ആക്ച്വലി നമ്മുടെ കമ്പനിയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ഒത്തിരി ഇതിനകത്തോട്ട് എടുക്കാനായിട്ട് വരും. അപ്പോൾ ടാർഗറ്റ് മാർക്കറ്റ് എങ്ങനെയാണ്, അഡീഷണൽ ആയിട്ട് വരുന്ന യൂണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്താണ്, അതൊക്കെ ഇതിനകത്താണ് വരുന്നത്. വാല്യൂ പ്രൊപ്പോസിഷൻ എന്തായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ മാർക്കറ്റ് അനാലിസിസ്. നമ്മളിപ്പം പിന്നെ BMSU എന്ന് പറഞ്ഞ് നമുക്കൊരു കമ്പനിയുണ്ട്, പുതിയ കമ്പനിയാണ്, ബില്യണിയർ മൈൻഡ്സെറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് അനാലിസിസ് ഒക്കെ ഫോറിൻ ഏജൻസിയുടെ കയ്യിൽ നിന്നൊക്കെ എടുത്ത് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് അനാലിസിസ്. ഇനി നമുക്ക് സൈസ് എത്രയായിരിക്കും, എന്തൊക്കെ ട്രെൻഡിലായിരിക്കും, ഗ്രോത്ത് പൊട്ടൻഷ്യാലിറ്റി, കസ്റ്റമർ ഡിമോഗ്രാഫിക്സ് എങ്ങനെയൊക്കെയാണ്, നമ്മുടെ കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ്, ഇതെല്ലാം അതിനകത്ത് വരും. ഇൻഡസ്ട്രി അനാലിസിസ്. ആ ഇൻഡസ്ട്രി ഇപ്പോൾ ഇതിന് കോമ്പറ്റീറ്റീവായിട്ട് ആരൊക്കെയുണ്ട്, മറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ എങ്ങനെയൊക്കെയാണ്, അവരുടെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, അവരുടെ ഡൈനാമിക്സ് എന്തൊക്കെയാണ്, കീ പ്ലേയേഴ്സ് ആരൊക്കെയാണ്, റെഗുലേറ്ററി ഗവൺമെൻറ് സൈഡിൽ നിന്ന് ആരാ ഉള്ളത്, ഫണ്ടിൻ്റെ ബാക്കി എമർജിങ് ട്രെൻഡ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു സബ് ഹെഡിങ്ങാണ് കോമ്പറ്റീറ്റീവ് അനാലിസിസ്. അവരും നമ്മളുമായിട്ട് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോമ്പറ്റീഷൻസ്, അവരുടെ സ്ട്രെങ്ത് വീക്ക്നെസ്, നമ്മുടെ സ്ട്രെങ്ത് വീക്ക്നെസ്, SWOT അനാലിസിസ് ഒക്കെ ഇതിനകത്ത് നമ്മൾ സ്പഷ്ടമായിട്ട് വരണം. അടുത്ത നമ്മുടെ ഇത് ടാർഗറ്റ് മാർക്കറ്റ്, ഏത് സെഗ്മെൻറ്റിലേക്കാണ് നമ്മുടെ പ്രൊഡക്റ്റ് പോകാൻ പോകുന്നത്, എവിടെയാണ് ഹിറ്റ് ചെയ്യുന്നത്, അവരെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്, ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പാണോ, അവരുടെ ഡിമോഗ്രാഫീസ് എന്താണ്, അതൊക്കെ അവരുടെ സൈക്കോഗ്രാഫിക്സ് എന്തൊക്കെയാണ്, അവരുടെ മാനസികാവസ്ഥകൾ എങ്ങനെയൊക്കെയാണ്, അവിടുത്തെ വാല്യൂ പ്രൊപ്പോസിഷൻ എല്ലാം ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക്കായിട്ട് നമ്മൾ എന്തൊക്കെയാണ് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നമ്മൾ മെനഞ്ഞിരിക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ് കസ്റ്റമറെ നിലനിർത്താനായിട്ട് പോകുന്നത്, അഡ്വർടൈസിങ് എങ്ങനെയാണ്, പ്രൊമോഷൻ എങ്ങനെയാണ്, പ്രൈസിങ് എങ്ങനെയാണ്, ചാനൽ എങ്ങനെയായിരിക്കും, റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, അതെല്ലാം അതിനകത്ത് വരും. നെക്സ്റ്റ് നമ്മുടെ സെയിൽസ് സ്ട്രാറ്റജി. അതിനകത്ത് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും സെയിൽസ് പ്രോസസ്സ് എങ്ങനെ ആയിരിക്കും, സെയിൽസിൻ്റെ ചാനൽസ് എങ്ങനെ വർക്ക് ചെയ്യും, സെയിൽസ് ടീം എങ്ങനെയൊക്കെ ആയിരിക്കും, അവരുടെ സ്ട്രക്ചർ എങ്ങനെയൊക്കെ ആയിരിക്കും, അതുപോലെ തന്നെ നമുക്ക് എത്രമാത്രം റവന്യൂ മാക്സിമൈസ് ചെയ്യാനായിട്ട് എത്രമാത്രം ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ റവന്യൂ മോഡൽ എന്താണ്, അതെല്ലാം അതിനകത്ത് വരണം. ഇനി അടുത്ത് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്ലാൻ, നമ്മൾ എങ്ങനെയായിരിക്കും കമ്പനി ഡേ ടു ഡേ നടത്തിക്കൊണ്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം ഓപ്പറേഷൻസ് മെത്തേഡ് നമുക്കുണ്ടാകും, പ്രൊഡക്ടിവിറ്റിക്ക് നമ്മൾ വേണ്ടി സപ്ലൈ ചെയിൻ എങ്ങനെയായിരിക്കും, ഫെസിലിറ്റി എക്യുപ്മെൻറ്റ് എങ്ങനെയായിരിക്കും, ടെക്നോളജി എങ്ങനെയായിരിക്കും, നമ്മൾ ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെ, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്ലാൻ. പുതിയ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, അതിനുള്ള റോഡ് മാപ്പ്, അത് എവിടം വരെയായി, പ്രോട്ടോടൈപ്പ് എന്തുമായിട്ടുണ്ട്, R&D എവിടെ മാത്രമായി, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, ഫീച്ചേഴ്സ്, ഇന്നോവേഷൻസ്, അതിനുള്ള സ്ട്രാറ്റജീസ് എല്ലാം വരും. അടുത്ത നമ്മുടെ HR ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ്. അതിനകത്ത് നമുക്ക് ആരൊക്കെയാണ് ആവശ്യമുള്ളത്, ടാലൻറ്റ്, ഹയറിംഗ് പ്ലാൻസ് നമുക്ക് എന്താണ്, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ്, ജോബ് റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, അവർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ആൻഡ് HR പോളിസീസ് എല്ലാം അതിനകത്ത് നമുക്ക് വ്യക്തത വേണം. അടുത്തത് നമ്മുടെ ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻസ്. അപ്പോൾ അവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ഫോർ ദ ബിസിനസ്. അവിടെ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം, ബാലൻസ് ഷീറ്റ് എങ്ങനെ ആയിരിക്കണം, ബ്രേക്ക് ഈവൻ അനാലിസിസ്,
കീ ഫൈനാൻഷ്യൽ മെട്രിക്സ് എല്ലാം അവിടെ വരണം. ഇനി ഫണ്ടിങ് റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ അടുത്തത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫണ്ടിങ് എത്ര വേണം, നമ്മൾ എന്നാണ് ലോഞ്ച് ചെയ്യുന്നത്, ബിസിനസ്സിൻ്റെ സ്കെയിൽ എങ്ങനെയാണ്, അപ്പോൾ അതേപോലുള്ള നമ്മൾ ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ എങ്ങനെയാണ്, ഇതെല്ലാം അതിനകത്ത് വരും. അടുത്ത ക്യാപിറ്റൽ സ്ട്രക്ചർ, എത്രമാത്രം ക്യാപിറ്റലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓണേഴ്സ് ആരാ, ഫൗണ്ടേഴ്സ് എങ്ങനെയാണ് ഈ കമ്പനിയുടെ, ഇൻവെസ്റ്റേഴ്സ് ആരാണ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്. ഇനി അടുത്ത റിസ്ക് അനാലിസിസ്. അപ്പോൾ റിസ്ക് അനാലിസിസ് ചെയ്തിട്ട് നമ്മൾ തന്നെ പറയണം ഇന്ന റിസ്ക് ഉണ്ട്, അതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ അസസ് ചെയ്ത മെത്തേഡ്, അതിന് അൺസർട്ടനിറ്റി എന്തൊക്കെയുണ്ട്, അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രം വരും, അപ്പോൾ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതെല്ലാം അതിനകത്ത് വരും. ഇനി റെഗുലേറ്റർ ആൻഡ് ലീഗൽ കംപ്ലയൻസസ്, നമ്മൾ സർക്കാരുമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ കേരളത്തിലാകുമ്പോഴത്തേക്കും സർക്കാരിൻ്റെ ഭാഗത്ത് തടസ്സം ഉണ്ടാകുമോ, ഡിലേ വരുമോ, റെഗുലേഷൻസ്, പെർമിറ്റ് ആൻഡ് ലൈസൻസസ് ആൻഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്. അടുത്തത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി സ്ട്രാറ്റജി. നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത്, എന്തൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, എന്തൊക്കെ കണ്ടെത്തും, ട്രേഡ് മാർക്ക് ഉണ്ടോ, കോപ്പിറൈറ്റ് ഉണ്ടോ, ട്രേഡ് സീക്രട്സ് ഉണ്ടോ, ഇതെല്ലാം അതിനകത്ത് വരണം. സീക്രട്ട് ഉണ്ടെങ്കിൽ സീക്രട്ട് ഉണ്ടെന്ന് തന്നെ പറയണം. അതുപോലെ തന്നെ നമുക്ക് എൻവയറമെൻറ്റ് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ് എങ്ങനെയാണ്. അപ്പോൾ അവിടെ സോഷ്യൽ ഇമ്പാക്റ്റ് നമുക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബിസിനസ് ഓപ്പറേഷൻസ് നടക്കുമ്പോൾ ഇൻക്ലൂഡിങ് നമ്മുടെ സ്റ്റെബിലിറ്റി, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെ, ഇതെല്ലാം അതിനകത്ത് വരും. ഇനി അടുത്തത് എക്സിറ്റ് സ്ട്രാറ്റജി. ഒരാൾ ഫണ്ട് കൊണ്ടിട്ടാൽ അയാൾക്ക് എപ്പം ഇറങ്ങിപ്പോകാം, ഇത് എപ്പോൾ തിരിച്ച് കിട്ടും. തിരിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിൽ IPOയിൽ കൊടുക്കാൻ പറ്റുമോ, അത് നമ്മുടെ ആൾക്കാർ വേറെ വാങ്ങാനായിട്ട് പ്രീമിയത്തോടു കൂടി വാങ്ങാനായിട്ടുണ്ടോ, നമ്മൾ തന്നെ ഏറ്റെടുക്കുമോ, ഇങ്ങനെയുള്ള പോളിസീസ് എല്ലാം അവിടെ പറയണം. ഇനി ബിസിനസ്സിൻ്റെ മൈൽ സ്റ്റോൺസ് ആണ്. ഓരോ സ്ഥലവും നമ്മൾ ആ ടൈം ലൈൻ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റണം. നമുക്ക് അതിൻ്റെ പ്ലാൻ ഉണ്ടായിരിക്കണം, ട്രാക്കിംഗ്, പ്രോഗ്രസ് ട്രാക്ക് ചെയ്യണം, അക്കൗണ്ടബിലിറ്റി നമുക്കവിടെ ഉണ്ടാകണം. പിന്നെ നമുക്ക് കണ്ടിജൻസി പ്ലാനുകൾ എന്തൊക്കെയാണ്, ഡെവലപ്പിംഗ് കണ്ടിജൻസി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അൺഫോർച്യൂനേറ്റ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കോപ്പപ്പ് ചെയ്യും. പിന്നെ ഗവേണൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്, അതിനുള്ള ക്വാളിഫൈഡ് ആൾക്കാരൊക്കെ ഉണ്ടോ, നമ്മൾ അതിന് വേണ്ടി പ്രത്യേകം പഠിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇവിടെയൊക്കെയാണ് നിങ്ങൾ ബില്യണയർ മൈൻഡ് സെറ്റ് പോലുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവർക്ക് വളരെ പ്രധാനമാണ്. ഓക്കെ, അത് അതിനെക്കുറിച്ചൊക്കെ അവർ നോക്കിയെടുത്തോളും, അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ അവിടെ അഡ്വൈസറി ബോർഡ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ടീം, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അതുപോലെ അടുത്തത് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റിംഗ് റിസർച്ചിനകത്ത് നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് നമുക്ക് വളരെ വാലിഡ് ആണോ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വളരെ ഇൻഫോംഡ് ആണോ ഡിസിഷൻസ് എടുക്കുന്നത്, ഐഡിയ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അടുത്ത കസ്റ്റമർ അക്വിസിഷൻ സ്ട്രാറ്റജീസ്. അവിടെ നമ്മൾ സ്പെസിഫിക് മെത്തേഡ് കൊണ്ടുവരാനായിട്ടുണ്ടോ, സച്ചാസ് നമുക്ക് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് ആണോ, ഔട്ട്ബൗണ്ട് മാർക്കറ്റിംഗ് ആണോ, പാർട്ട്നേഴ്സ് വഴിയാണ്, റഫറൽ പ്രോഗ്രാം വഴിയാണോ. അടുത്തത് കസ്റ്റമർ റീറ്റൻഷൻ സ്ട്രാറ്റജീസ്. അവിടെ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് കൂടെ കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്, ലോയൽറ്റി പ്രോഗ്രാം എല്ലാം കൊടുക്കാൻ പറ്റുമോ, കസ്റ്റമർ സപ്പോർട്ട് വല്ലതും കൊടുക്കാൻ പറ്റുമോ, പ്രൊഡക്റ്റ് എൻഹാൻസ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതിൻ്റെ മെത്തേഡുകൾ എങ്ങനെയാണ്, അതിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇഫക്റ്റീവ് രീതി എങ്ങനെയാണ്, ലോജിസ്റ്റിക്സ് എങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മൾ എന്തൊക്കെ പ്ലാറ്റ്ഫോമിൽ കൂടെ ആയിരിക്കും, ഓൺലൈൻ ഉണ്ടാകുമോ, ഹോൾസെയിൽ ഉണ്ടാകുമോ, ഇൻ്റർമീഡിയറീസ് കാണോ. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ മൊത്തത്തിലായി നമുക്ക് സോഴ്സിങ് എങ്ങനെയാണ്, പ്രൊക്യൂർമെൻറ്റ് എങ്ങനെയാണ്, അതിൻ്റെ ലോജിസ്റ്റിക്സ് എങ്ങനെയാണ്, കമ്പോണൻസ് എന്തൊക്കെയാണ്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഏതെല്ലാം പ്രോസസ്സ് വഴി പോകണം, കോസ്റ്റ് എങ്ങനെയൊക്കെ കുറയ്ക്കാം, ഇവിടെ ക്വാളിറ്റി അഷുറൻസ് എങ്ങനെയൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ ക്വാളിറ്റി ഉണ്ടാകും, അതിനുവേണ്ടി ആരൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, ഏത് മെത്തേഡായിരിക്കും, ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിനെക്കുറിച്ച് എഴുതാനുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ അനലറ്റിക്സ് ഓരോ ചെയ്യുന്നതിനുള്ള നമുക്ക് കൃത്യമായിട്ട് ഡേറ്റ അനലറ്റിക്സിനുള്ള സൗകര്യമുണ്ടോ, അവിടെ നമുക്ക് ആർക്കെങ്കിലും അറിയാമോ, ചെയ്യാൻ സഹായിക്കാനുണ്ടോ, കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ടോ, അത് നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമ്മുടെ എങ്ങനെ പോകുന്നു, ഇതുവരെ ഉള്ളത് എങ്ങനെയായിരുന്നു, ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്തുവാണ്. ഇനി റവന്യൂ മോഡൽസ് പറയണം. ബിസിനസ് മോഡൽ പോലെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റവന്യൂ മോഡൽസ്, ഏതൊക്കെ റവന്യൂസ്, എഗ്രിമെൻറ്റ്സ് എന്തൊക്കെയാണ്, അഡ്വർടൈസിങ് എങ്ങനെയാണ്, നമ്മളത് മോഡേണൈസേഷൻ ചെയ്യുന്ന സ്ട്രാറ്റജീസ് എല്ലാം അതിനകത്ത് വരും. കോസ്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണ്, ബ്രേക്ക് ഡൗൺ നമ്മുടെ ഫിക്സേഴ്സ് ഒക്കെ, ഇല്ലെങ്കിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കൂടുമോ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂട്ടാനായിട്ട് പറ്റുമോ, ബ്രേക്ക് ഈവൺ അനാലിസിസ് എങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ റവന്യൂ എത്രമാത്രം നമുക്ക് വരും, കോസ്റ്റിൻ്റെ മുകളിൽ എത്രമാത്രം വരും, വോളിയം കൂട്ടാനായിട്ട് പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അടുത്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ. നമുക്ക് എത്രമാത്രം എക്സ്പെൻഡിച്ചർ നമ്മൾ കൊടുത്താലായിരിക്കും നമുക്കത് ചെയ്യാനായിട്ട് പറ്റുക, അതിനുള്ള മെഷീനറി എങ്ങനെയാണ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എവിടെ നിന്നാണ്, നമുക്ക് എത്രമാത്രം വേണം, എവിടെ നിന്ന് ഫണ്ട് കിട്ടും, എത്ര കാലത്തേക്ക് നമുക്കത് മേക്കപ്പ് ചെയ്യാനുള്ള അവസ്ഥയുണ്ട്, ഡെറ്റ് ഫിനാൻസിങ് സ്ട്രാറ്റജി എങ്ങനെ നടക്കും. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് ഡെറ്റ് എടുക്കാനായിട്ടുള്ള ലോൺസ്, ക്രെഡിറ്റ്, അതല്ലെങ്കിൽ ബോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ ഇക്വിറ്റി ഫിനാൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇക്വിറ്റിയിൽ കൂടി നമുക്ക് ഫണ്ട് ശേഖരിക്കാനുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, വെഞ്ചർ ക്യാപിറ്റൽ,
പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റിംഗ്, ക്രൗഡ് ഫണ്ടിങ്, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇൻവെസ്റ്റർ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, അപ്പോൾ പ്രൊവൈഡിങ് റെഗുലർ അപ്ഡേറ്റ്സ്, ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ്, ഇതൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് പോളിസീസ് എങ്ങനെയൊക്കെ ആയിരിക്കും, അക്കൗണ്ടബിലിറ്റി, അലയൻസ്, അതുപോലെ തന്നെ എംപ്ലോയി ഇൻസെൻറ്റീവ് പ്രോഗ്രാം അതെങ്ങനെയൊക്കെ ആയിരിക്കും, എംപ്ലോയീസ് നമുക്ക് എന്തെല്ലാം കൊടുക്കാനായിട്ട്, അപ്പോൾ എംപ്ലോയീസിനെ നമ്മൾ എങ്ങനെയൊക്കെ നിലനിർത്തിക്കൊണ്ടുപോകും, അവർക്ക് ഇൻസെൻറ്റീവ് കൂട്ടിക്കൊണ്ടിരിക്കുക. ബ്രാൻഡിങ് സ്ട്രാറ്റജി അറിയണം, നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ബ്രാൻഡിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എത്രമാത്രം ലെവൽ വരുമ്പോൾ ബ്രാൻഡ് അവയർനെസ്, ലോയൽറ്റി, ഇതെല്ലാം അതിനകത്ത് വരും. ഇനി പബ്ലിക് റിലേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യാനായിട്ട് പോകുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ്, പോസിറ്റീവായിട്ടുള്ള പെർസെപ്ഷൻ ഉണ്ടാകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം. കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, ഇങ്ങോട്ട് ആൾക്കാർ നമ്മൾ എൻഗേജ് ചെയ്യുന്നുണ്ടോ, അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, ആ ബന്ധം കൂടുതൽ എൻഹാൻസ് ചെയ്ത് പോകുന്നുണ്ടോ. ഇനി ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻ പ്ലാൻ എന്തൊക്കെയാണ്, അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ്, എക്സ്പാൻഡിങ്, ഇതെല്ലാം നമ്മൾ ഓരോന്നും എല്ലാവർക്കും എല്ലാം വേണ്ടത് വരത്തില്ല, പക്ഷേ ഓരോന്നും വിശദമായിട്ട് ചർച്ച ചെയ്ത് തിരഞ്ഞെടുത്ത നോട്ട്സാണ് വളരെ കൃത്യമായി നമ്മൾ ഈ ഒരു DPRനകത്ത് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയായിരിക്കും നമ്മുടെ ബിസിനസ്സിന്, അതേപോലെ തന്നെ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ എങ്ങനെയായിരിക്കും നമ്മുടെ ബിസിനസ് നടത്താനായിട്ട് പോകുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി അക്വിസിഷൻ നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി ബ്രാൻഡ് ഐഡൻറ്റിറ്റി ആൻഡ് പൊസിഷനിങ് നമ്മൾ എത്രമാത്രം ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ പേഴ്സണാലിറ്റികളോ ബ്രാൻഡ് അംബാസഡേഴ്സിനെ കൊണ്ടാറുണ്ടോ, ഇതുവരെ കൺസിസ്റ്റൻസി ഉണ്ടോ. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോയ്ക്കകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേഡ് മാർക്കും ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് പോലെ പേറ്റൻറ്റും എല്ലാം നമ്മൾ എടുക്കാനുള്ളത് അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടോ. അതുപോലെ തന്നെ കമ്പനിയുടെ ഇന്നോവേഷൻസ് ഒക്കെ നമ്മൾ രജിസ്റ്റേർഡ് ആണോ. എക്സിറ്റ് സ്ട്രാറ്റജി നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ടോ ഇൻവെസ്റ്റേഴ്സിനെ. ലീഗൽ ആൻഡ് റെഗുലേറ്ററി, നേരത്തെ മോളിൽ പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് ദോഷം എന്തെങ്കിലും വരാൻ പോകുന്നുണ്ടോ, അവരെ കൂടെ നമ്മൾ ബിസിനസ്സിനകത്ത് സ്ട്രാറ്റജിക്കായിട്ട് കവർ ചെയ്തിട്ടുണ്ടോ. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നത് എന്തൊക്കെയാണ്, എന്തൊക്കെ സഹായങ്ങളാണ്. പിന്നെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് കോൺടാക്ട്സ് നമ്മൾ എന്തൊക്കെയാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റ്, എക്സ്ട്രാ ഓർഡിനറി റിസ്ക് വല്ലതും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും. പിന്നെ നമുക്ക് ഒരു എമർജൻസി പ്രിപ്പറേഷൻ പ്ലാൻസ് ഓർ എമർജൻസി റെസ്പോൺസ് പ്ലാൻ എന്നൊക്കെ പറയും. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ എങ്ങനെയായിരിക്കും ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നത്. ആൻഡ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പോളിസീസ് നമ്മൾ എത്രമാത്രം നോക്കുന്നുണ്ട്. അതുപോലെ ഡാറ്റ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി നമ്മൾ ശരിക്കും നോക്കുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. എൻവയറമെൻറ്റൽ ഇമ്പാക്റ്റ് എങ്ങനെ നമ്മൾ അസസ് ചെയ്യുന്നുണ്ടോ. പിന്നെ അതുപോലെ സപ്ലൈ ചെയിൻ സസ്റ്റൈനബിലിറ്റി എന്നും കാണും അത്. പിന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്ലാൻ നേരത്തെ പറഞ്ഞതാണ്, അപ്പോൾ അത് എങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു വെക്കും. ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ റിക്കവറി എത്ര സമയം കൊണ്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റും. മിഡ് നൈറ്റിലാണെങ്കിൽ പോലും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, ആൾക്കാരുടെ കഴിവുകൾ വർദ്ധിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിന് എംപ്ലോയി വെൽബീങ് ഇനിഷ്യേറ്റീവ്സ്, അവരുടെ ജീവിതം വളരെ നന്നായിരിക്കണം. ഡൈവേഴ്സിറ്റി, അപ്പോൾ അവിടെ നമുക്ക് ഇക്വിറ്റി ആൻഡ് ഇക്വാളിറ്റി എല്ലാം നമുക്ക് വേണം. അതോടൊപ്പം തന്നെ ഇൻക്ലൂഷൻ, എല്ലാ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരും അവിടെ ഉണ്ടാകണം. ഇനി എംപ്ലോയി എൻഗേജ്മെൻറ്റ് സ്ട്രാറ്റജി, വെറുതെ ആരും ഇരിക്കരുത്, അവരെല്ലാം ഇൻവോൾവ് ചെയ്ത് അവരെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇനി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെൻറ്റ് പ്ലാൻ, നമുക്ക് അവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയൊക്കെ എങ്ങനെയാണ് അവർക്ക് താല്പര്യമുള്ളത് കൊടുക്കാൻ പറ്റുന്നത്. ആൻഡ് പബ്ലിക് അഫയേഴ്സ് ആൻഡ് ഗവൺമെൻറ് റിലേഷൻസ്, അത് നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാംസ്, സാധാരണക്കാരനിലേക്ക് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബേസ് കൂട്ടാൻ പറ്റുമോ, യൂസർ ബേസ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റുമോ. സോഷ്യൽ മീഡിയ നമുക്ക് എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എത്രമാത്രം നമ്മളെ കൊണ്ട് പറ്റുമായിരിക്കും. ടെക്നോളജി അഡാപ്ഷൻ ആൻഡ് അത് എത്രമാത്രം നമുക്ക് പറ്റും. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോസസ്സ്, നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഇതിലെല്ലാം പറഞ്ഞിട്ടില്ല, കുറച്ചുകൂടെയൊക്കെ ഉണ്ട്, ചിലതിലെല്ലാം വേണമെന്നില്ല. ഇങ്ങനെ നമുക്കൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഒരു 60, 80, 100 പേജ് വരെ വരുന്ന ഒരു പെർഫെക്റ്റ് DPR സാധാരണ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ നമുക്കതിന് അവർ മിനിമം ചാർജ് ചെയ്യും. പിന്നെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് ഉണ്ടാക്കുന്നത് നിങ്ങളങ്ങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രോസസ്സിനകത്ത് ബിസിനസ്സിൻ്റെ എല്ലാ ഭാഗവും നിങ്ങൾക്ക് കയ്യിൽ വെച്ചേക്കുന്ന നെല്ലിക്ക പോലെ നിങ്ങൾക്ക് നോക്കി കാണും. അപ്പം ഒരു കാര്യം ചെയ്തതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ടും ഇൻ ഡീറ്റെയിൽ ഫണ്ടിങ് പഠിക്കാനായിട്ട് ഇതിൽ കാണുന്ന ആ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ഓൺലൈനിൽ നിങ്ങളുമായിട്ട് ഞാനൊരു ഡിസ്കഷനിൽ വരും, മീൻസ് Zoom-ൽ. അപ്പോൾ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. അത് കഴിഞ്ഞ് ഈ കോഴ്സ് ഒരു കുറേ ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് കോഴ്സ് ചെയ്താൽ തീരുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്ത പല കാര്യം കൊണ്ട് നമ്മൾ നീണ്ടു പോകും. അപ്പോൾ നമ്മൾ ഫണ്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ക്ലാസ് തീരുമ്പോൾ നിങ്ങൾക്ക് ഫണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റണം, ആ ഒരു രീതിയിലാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പല രാത്രികളിലും 2 മണിക്കൂർ എൻ്റെ കൂടെ ഇരുന്നാലേ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ മാത്രമല്ല, വേറെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കമ്പനി സെക്രട്ടറി, അതല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ലോയർ, ഇവരെല്ലാം ഈ ടീമിനകത്തുണ്ടെങ്കിൽ നമുക്ക് ഇതിനു മുമ്പ് ഫണ്ട് വലുതായിട്ട് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ നമ്മൾ സഹായിക്കാനായിട്ടുള്ള ആൾക്കാർ, ഇവരെല്ലാം നമ്മൾ പ്രൊഫഷണലി
ഹയർ ചെയ്യുന്നതാണ്. പക്ഷേ കാര്യം നടക്കും, ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യം നടക്കും. അപ്പം എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ ഇത് വിളിച്ച ബന്ധം സ്ഥാപിക്കാനായിട്ട് നോക്കണം. നിങ്ങൾ നേരത്തെ ഒരു പക്ഷേ ചെയ്തവരാണെങ്കിൽ കൂടി ഈ ക്ലാസ്, കാരണം 10-12 വർഷം മുമ്പ് ഉണ്ടല്ലോ ഇതിവിടെ. അപ്പം ഫണ്ടുകൾ ഒരുപാട് അവർ ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ഫണ്ട് ശേഖരിക്കാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട്. ഒരിക്കൽ കൂടെ ശേഖരിച്ച് ഇതിൽ മാസ്റ്ററി വരുത്താനായിട്ട് നമുക്ക് എന്തായാലും ഫണ്ടിങ്ങിൽ നമ്മൾ മാക്സിമം അങ്ങേയറ്റം പഠിച്ചാലേ പുതിയ ഞാൻ 200 ഫണ്ടിങ് മെത്തേഡാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൂടാതെ നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി നല്ലതുപോലെ വേണം. പിന്നെ മാർക്കറ്റിംഗ്. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞ ബിസിനസ്സിൽ മിനിമം വിജയിക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം വല്ലവരെ കൊണ്ടും ചെയ്യും. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. നമുക്ക് ഉടനെ അടുത്ത നാളെ തന്നെ കാണാം. ഓൾ ദ ബെസ്റ്റ്.